കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ ബോർഡറിൽ നല്ലൊരു ലൈറ്റ് എഫക്റ്റ് നൽകാൻ സഹായിക്കുന്ന ഒരു കിടിലം ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കിടിലം ഒരു ആപ്ലിക്കേഷനാണിത്. മറ്റുള്ളവർ നമ്മുടെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ വളരെ നല്ലൊരു എഫക്റ്റ് നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിൽ നോക്കുമ്പോൾ നല്ലൊരു എഫക്റ്റ് അറിയുവാൻ സാധ്യമാകും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിംഗ്സും മറ്റ് കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് ആക്റ്റീവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് എഫക്റ്റ് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ മാത്രം മതിയെങ്കിൽ ഹോം സ്ക്രീൻ തിരഞ്ഞെടുക്കുക. അല്ല നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ഹോം സ്ക്രീനിൽ വേണമെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു സെറ്റിംഗ്സിലേക്കായിരിക്കും പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെറ്റിംഗ്സിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ബോർഡർ ലൈറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സെറ്റിംഗ്സ് ആയിരിക്കും അതിലുള്ളത്. അതിൽ നമുക്ക് ഈ ഒരു അനിമേഷൻ, അതായത് ആ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു സ്പീഡ്, നിങ്ങൾക്ക് ആ ഒരു ലൈന് ബ്ലിങ്ക് ചെയ്യുന്ന ആ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധ്യമാകും. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അനിമേഷൻ സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ എത്രത്തോളം തിക്നെസ് വേണമെന്നും അതുപോലെ തന്നെ എത്രത്തോളം കുറയ്ക്കണമെന്ന് കൂട്ടണം അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോർഡർ സ്ക്രീനിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിൽ കോർണർ റേഡിയസും അതുപോലെ തന്നെ ബോട്ടം റേഡിയസും എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കളർ നിങ്ങൾക്ക് വേറെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ബോർഡർ ലൈറ്റിൽ ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നോച്ച് ഡിസ്പ്ലേ ആണ് എങ്കിൽ നിങ്ങൾക്ക് നോച്ചിൻ്റെ സൈസും മറ്റുമൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ സാധ്യമാകും. നോച്ച് ഡിസ്പ്ലേ അല്ലാത്തൊരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് നോച്ച് എഫക്റ്റ് നൽകുവാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. കിടിലം ഒരു ആപ്ലിക്കേഷനാണ്. ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.